ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കടന്നു വന്ന സകലർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ വചനചിന്തയ്ക്കായിട്ട് നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 21 അധ്യായത്തിലേക്ക് ശ്രദ്ധ തിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 21 അധ്യായം പത്രോസിനെ പുനഃസ്ഥാപിക്കുന്ന വേദഭാഗമാണ്. ഇവിടെ പത്രോസിനെ കുറിച്ചോ ശുശ്രൂഷയെക്കുറിച്ചോ അല്ല ഞാൻ ഇന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുന്നത്. അതെല്ലാം നമ്മൾ ചെറുതായിട്ട് നോക്കും. എന്നാലും കാതലായ വിഷയം പത്രോസിനെ പുനഃസ്ഥാപിക്കുമ്പോൾ കർത്താവ് തൻ്റെ പ്രവൃത്തികളിലൂടെയും തൻ്റെ വാക്കുകളിലൂടെയും വെളിപ്പെടുത്തുന്ന ഒരു ഹൃദയമുണ്ട്. യേശുക്രിസ്തുവിൻ്റെ സൗമ്യത നിറഞ്ഞ ഒരു ഹൃദയം. ആ ഹൃദയം അല്പനേരം നമുക്ക് ധ്യാനിക്കാനാണ് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നത്. നമുക്കിവിടുത്തെ പശ്ചാത്തലം അറിയാം. ഈ മൊത്തം അധ്യായം നമ്മൾ ധ്യാനിക്കുന്നത് കൊണ്ട് മൊത്തമായിട്ട് വായിക്കാൻ സമയമെടുക്കുന്നില്ല, സമയപരിധി ഉള്ളത് കൊണ്ട് തന്നെ. നമുക്കറിയാം, ഇവിടെ ശീമോൻ പത്രോസും മറ്റ് 6 ശിഷ്യന്മാരും കൂടെ മീൻ പിടിക്കാൻ പോയ ഒരവസരത്തിലാണ് ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അരങ്ങേറുന്നത്. അന്ന് രാത്രി മുഴുവൻ അവർ ഒന്നും പിടിച്ചില്ല എന്നാണ് യോഹന്നാൻ അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ കരയിൽ നിന്ന് ഒരു മനുഷ്യൻ, അവർക്കത് കർത്താവാണെന്ന് അപ്പോൾ മനസ്സിലായില്ല, പക്ഷേ യേശുവാണെന്ന് യോഹന്നാൻ 4 വാക്യത്തിൽ പറയുന്നുണ്ട്. കർത്താവ് ആ ശിഷ്യന്മാരോട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഇല്ല എന്ന് പറഞ്ഞു. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുവിൻ. അങ്ങനെ അവർ വല വീശി. അവർക്ക് പെരുത്ത മീൻകൂട്ടം ലഭിച്ചു. അപ്പോൾ യോഹന്നാന് മനസ്സിലായി ഇത് കർത്താവായ യേശുക്രിസ്തുവാണ്. അത് കേട്ടപ്പോൾ ശീമോൻ പത്രോസ് എടുത്തു ചാടി. ഇവിടെ നമുക്കറിയാം, മുന്നോട്ടുള്ള സംഭവം പത്രോസിനെ പുനഃസ്ഥാപിക്കുവാൻ യേശുക്രിസ്തു കടന്നു വന്നിരിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം തൻ്റെ 3ാമത്തെ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്ന ഒരവസരമാണ്. ഇവിടുത്തെ കാതലായ വിഷയം പത്രോസിനെ പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ അവരുടെ മുൻപിൽ പ്രത്യക്ഷനായെന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാലേ പത്രോസ് എന്തുകൊണ്ട് എടുത്ത് ചാടിയെന്ന് നമുക്ക് മനസ്സിലാകാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇന്നത്തെ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളെപ്പോഴും പത്രോസിൻ്റെ സ്ഥാനത്തു നിന്നൊന്ന് ചിന്തിക്കണം. എങ്കിലേ യേശുക്രിസ്തുവിൻ്റെ മാധുര്യമുള്ള, സൗമ്യതയുള്ള, സ്നേഹമുള്ള ആ ഹൃദയം നമുക്ക് രുചിച്ചറിയുവാൻ കഴിയുകയുള്ളൂ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ കർത്താവ് ശീമോനെ ഒന്നാമതായിട്ട് സ്പർശിച്ച ആ ഒരു സംഭവം ഓർക്കണം. അന്നും അവർ രാത്രി മുഴുവൻ മീൻ പിടിക്കാൻ നോക്കി, ഒന്നും പിടിച്ചില്ല. അന്നും കർത്താവ് അവരോട് വല വീശുവാൻ പറഞ്ഞു. അന്നും കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച് അവർ വല വീശിയപ്പോൾ പെരുത്ത മീൻകൂട്ടം കിട്ടി. അപ്പോഴാണ് പത്രോസിന് പാപബോധമുണ്ടായത്. അയ്യോ കർത്താവ്, ഇത്രയ്ക്കൊന്നും എന്നെ കടാക്ഷിക്കാൻ ഞാൻ നല്ലവനൊന്നും അല്ലല്ലോ. അന്ന് അവൻ അതെല്ലാം വിട്ടു. മീനും വലയും സാമ്പത്തിക സമൃദ്ധിയും എല്ലാം വിട്ടേച്ച് കർത്താവിനെ അവൻ അനുഗമിച്ചു. ആ 1-ാം നാളിലെ അത്ഭുതം കർത്താവ് ഇവിടെ ആവർത്തിക്കുകയാണ്. അന്നും യോഹന്നാനും ഉണ്ടായിരുന്നു അവിടെ. അതുകൊണ്ടാണ് പെട്ടെന്ന് യോഹന്നാൻ ഇത് കർത്താവാണ്, നമ്മളോട് ഇടപെടാൻ വന്നിരിക്കുകയാണെന്ന് മനസ്സിലായത്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് പത്രോസ് എടുത്തു ചാടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ആ 1-ാം നാളിൽ തന്നെ സ്പർശിച്ച കർത്താവിൻ്റെ പ്രവൃത്തി അവൻ ആവർത്തിക്കുകയാണ്. പത്രോസിനെ പുനഃസ്ഥാപിക്കാനായി കടന്നു വന്നിരിക്കുന്ന യേശുക്രിസ്തു വെറുതെ കുറേ വാക്കുകൾ പറഞ്ഞങ്ങ് പുനഃസ്ഥാപിക്കുകയല്ല. അത് വെറും ബാഹ്യമായ ഒരു പുനഃസ്ഥാപനം മാത്രമേ ആകത്തുള്ളൂ. പുനഃസ്ഥാപിക്കുമ്പോൾ ഹൃദയത്തിൻ്റെ വിഷയങ്ങളെ ഇടപെടണം, അല്ലേ? അപ്പോൾ ആ ഹൃദയത്തിൻ്റെ വിഷയം ഇടപെടാൻ വേണ്ടി ഒന്നാമതായിട്ട് കർത്താവ് ചെയ്യുന്നത് ആ 1-ാം നാളിൽ കർത്താവ് ചെയ്ത അത്ഭുതം അവൻ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പോൾ പത്രോസിൻ്റെ ഹൃദയത്തോട് കർത്താവ് ഈ പ്രവൃത്തിയിലൂടെ പറയുന്നൊരു വിഷയമുണ്ട്. എനിക്ക് നിന്നെ ഒന്നാമത് തൊട്ടതുപോലെ വീണ്ടും സ്പർശിക്കുവാൻ കഴിയുമെന്ന് മാത്രമല്ല മനസ്സുമുണ്ട്, അല്ലേ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ടിരിക്കുകയാണ്. അപ്പോൾ തനിക്ക് മനസ്സും അടുത്തിട്ടായിരിക്കണം താൻ മീൻ പിടിക്കാൻ പോയത്.
താൻ ശുശ്രൂഷ വിട്ടോ ഇല്ലെന്നൊന്നും വചനത്തിൽ പറഞ്ഞിട്ടില്ല. ചിലരങ്ങനെ വ്യാഖ്യാനിക്കാറുണ്ട്. അപ്പോസ്തല പ്രവൃത്തിക്ക് നിർത്താം, ഇനി പഴയ പണിയിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ പത്രോസ് ചിന്തിച്ചോ ഇല്ലേന്ന് എനിക്കറിഞ്ഞുകൂടാ. വചനത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. താൻ മീൻ പിടിക്കാൻ പോയി. അത് മീൻ കഴിക്കാൻ വേണ്ടിയിട്ട് മീൻ പിടിക്കാൻ പോയതാണോ, അതോ ഇത് തൻ്റെ ഉപജീവന മാർഗമായിട്ട് താൻ വീണ്ടും സ്വീകരിച്ചു പോയതാണോ എന്ന് വ്യക്തമല്ലാത്തത് കൊണ്ട് അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. പക്ഷെ എന്ത് തന്നെയാണേലും താൻ മനസ്സുമടുത്തിരിക്കുകയായിരുന്നു. കാരണം കർത്താവിനെ താൻ തള്ളിപ്പറഞ്ഞു. മാത്രമല്ല, ഏറ്റവും കൂടുതൽ വീമ്പ് പറഞ്ഞ ശിഷ്യനായിരുന്നു താൻ. ഇവന്മാരൊക്കെ കളഞ്ഞേച്ചു പോയാലും ഞാൻ കളയൂല കർത്താവേ എന്നൊക്കെ അന്ത്യത്താഴത്തിൽ വീമ്പ് പറഞ്ഞ ശിഷ്യനാണ്. ഇപ്പോൾ അതിനൊക്കെ ശതം ലഭിച്ചേച്ച് ആ വീമ്പ് പറച്ചിലൊക്കെ അസ്ഥാനത്തായി പോയെന്നറിഞ്ഞ് അല്പം തലതാഴ്ത്തിയിരിക്കുന്ന പത്രോസാണ്. പക്ഷെ ആ പത്രോസിന് അതൊന്നും നോക്കാതെ കർത്താവ് പറയുകയാണ്, എനിക്ക് വീണ്ടും നിന്നെ സ്പർശിക്കുവാൻ കഴിയും. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത്, ആദ്യം രക്ഷിക്കപ്പെട്ട നാളിൽ കർത്താവിന് എന്ത് സ്നേഹമായിരുന്നു എന്നോട്. ഇപ്പം ഞാൻ ചില പ്രവൃത്തികളൊക്കെ ചെയ്തപ്പോൾ, എൻ്റെ വാലൊക്കെ കണ്ടപ്പോൾ കർത്താവിന് ചിലപ്പോൾ എന്നോട് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും കാണത്തില്ല. അല്ലേ? അങ്ങനെ ചിന്തിക്കുന്നവരോടാണ് ഇന്നത്തെ ഈ ഒന്നാമത്തെ ദൂത്. അങ്ങനെയല്ല. കർത്താവിൻ്റെ മനസ്സൊന്നും മടുത്തു പോയിട്ടില്ല. കർത്താവിൻ്റെ സ്നേഹത്തിന് കുറവൊന്നും വന്നിട്ടില്ല. കർത്താവ് ഇന്നും എന്നും എപ്പോഴും കൃപയുടെ അരുമനാഥൻ തന്നെയാണ്. അതുകൊണ്ട് നമ്മളെ മടക്കിക്കൊണ്ടുവരുവാൻ ആവശ്യമായത് എന്തു തന്നെയാണോ അത് പ്രവർത്തിക്കുവാൻ മനസ്സുള്ളൊരു കർത്താവാണ്. അതിന് ഒന്നാം നാളിൽ നമ്മളെ സ്പർശിക്കുവാൻ കർത്താവ് എന്തു പ്രവൃത്തി ചെയ്തോ അത് തന്നെ ചെയ്ത് നമ്മുടെ ഹൃദയത്തെ വീണ്ടും അവനോട് അടുപ്പിക്കുവാൻ മനസ്സുള്ള സൗമ്യതയുള്ള കർത്താവാണ് നമ്മുടെ കർത്താവ്. സൗമ്യത എന്ന് വീണ്ടും എടുത്തു പറയുന്നത് കർത്താവ് ഇടപെടുന്ന രീതി നമ്മൾ കാണുമ്പോൾ കൂടുതൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇത് നമുക്കും ഒരു പാഠമാണ്. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്, പാപം ചെയ്തൊരുവൻ വീണാൽ അവനെ എങ്ങനെ മടക്കി കൊണ്ടുവരണം, അവനെ എങ്ങനെ നമ്മൾ പുനഃസ്ഥാപിക്കണം. ആത്മീയന്മാരായവർ സൗമ്യതയിൽ പുനഃസ്ഥാപിക്കണമെന്നാണ്. അപ്പോൾ അതിവിടെ കർത്താവ് തന്നെ നമുക്കൊരു മാതൃകയായിട്ട് നമുക്ക് കാണിച്ചു തരികയാണ്. വളരെ സൗമ്യത. അല്ലാതെ പത്രോസെങ്ങ് വാ, ഞാൻ ചൂരലെടുക്കട്ടെ, 2 അടി തരട്ടെ, അങ്ങനല്ല. അതൊക്കെ മാനുഷികമായ വഴികളാണ്. തെറ്റിപ്പോയ അപ്പോസ്തലനിട്ട് 2 അടി കൊടുത്തേച്ച് കയറിപ്പോടാ എന്ന് പറഞ്ഞ് അങ്ങനല്ല. അത് നമ്മുടെ നാട്ടിലേക്ക് അപ്പന്മാരുടെ രീതിയാണ്. അതല്ല കർത്താവിൻ്റെ രീതി. കർത്താവ് വളരെ സൗമ്യതയോടെ അവൻ്റെ ഹൃദയത്തെ വീണ്ടും തൻ്റെ സ്നേഹം കൊണ്ട് സ്പർശിച്ച് അവനെ മടക്കിക്കൊണ്ടുവരുന്നതാണ്. അപ്പോൾ ഒന്നാമതായിട്ട് നമ്മളിവിടെ കാണുകയാണ്, ലൂക്കോസിൻ്റെ 5 ഇത് ചേർത്ത് വായിക്കണം. സമയമുണ്ടായിരുന്നു നമുക്കിതൊക്കെ ചേർത്ത് വായിച്ച് നമുക്കൊന്ന് ധ്യാനിക്കാമായിരുന്നു. പത്രോസ ആസ്വദിച്ച ദൈവകൃപ നമുക്കും ഒന്ന് ധ്യാനിക്കാമായിരുന്നു. പക്ഷേ ഇവിടെ സമയമില്ലാത്തതുകൊണ്ട് ഞാനത് കടന്നു പോവുകയാണ്. കർത്താവിൻ്റെ സ്നേഹം അവൻ തെളിയിക്കുകയാണ്. എനിക്ക് ഒന്നാമതായിട്ട് നിന്നോട് കാണിച്ച ആ കൃപ, ആ അത്ഭുതം, അല്ലെങ്കിൽ ആ ആത്മസ്പർശനം ആവർത്തിക്കുവാൻ മനസ്സുണ്ടെന്ന് മാത്രമല്ല, അത് ഞാൻ ചെയ്യുകയും ചെയ്യും. അത് കഴിഞ്ഞ് അവർ കരയിലേക്ക് കയറി വന്നപ്പോൾ 9-ാം വാക്യത്തിൽ പറയാണ്, അവർ തീക്കനലും അതിന്മേൽ മീനും വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു. പത്രോസിന് പ്രത്യേകിച്ച് ഈ തീക്കനൽ യോഹന്നാൻ 18-ാം അധ്യായത്തിൽ പോയാൽ അറിയാം. അവിടെയും തണുപ്പുണ്ടായിരുന്നുകൊണ്ട് രാവിലെ പരപര വെളുക്കുന്ന പകൽക്കാലം തീക്കനൽ അതിൻ്റെ അടുത്ത് പോയിരുന്ന അല്പം ആശ്വാസം കൊണ്ടുകൊണ്ടിരുന്ന സമയത്താണ് പത്രോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു. അതേപോലൊരു സെറ്റിംഗ് റീക്രിയേറ്റ് ചെയ്യാണ് ഇവിടെയും. നേരം അതാ പരപര വെളുക്കുന്നു, തീക്കനൽ. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ അപ്പവും മീനും ഒക്കെ അല്ലേ. ഇവിടെ നമ്മളൊന്ന് ചിന്തിച്ച്, കർത്താവിൻ്റെ കൂടെ നിന്നില്ല. ക്രൂശ് സമയത്ത് ഈ ശിഷ്യന്മാരാരും കൂടെ നിന്നില്ല. പത്രോസ് പിന്നെ തള്ളിപ്പറയുകയും കൂടെ ചെയ്തു. അങ്ങനെയുള്ള ശിഷ്യന്മാരിതാ വരുന്നു. കർത്താവ് എന്താ ചെയ്യുന്നത്? അവരെ സേവിക്കുന്നു. ചുട്ട അടി കൊടുക്കേണ്ടതിന് പകരം ചുട്ട അപ്പവും മീനും ഒക്കെ വിളമ്പുന്നു അല്ലേ. അത് വളരെ ചിന്തിക്കാൻ നമ്മൾ അവരുടെ സ്ഥാനത്തു നിന്നൊന്ന് ചിന്തിക്കണം അല്ലേ. നേരം പരപരാ വിളിക്കുന്നു, അവിടെ വലിയ വെളിച്ചമൊന്നുമില്ല. അപ്പോൾ നമ്മൾ ദൂരത്ത് നിന്ന് ഈ ഒരു ചിത്രം കാണുകയാണെന്നും ചിന്തിച്ചേ. ഒരു 7 വ്യക്തികൾ ഇരുന്ന് കഴിക്കുന്നു. ഒരുത്തൻ അവർക്കൊക്കെ വിളമ്പുന്നു. നമ്മൾ ആരെങ്കിലും പറയുമോ ആ വിളമ്പുന്നവനാണ് നേതാവെന്ന്? അല്ലേ. നമ്മൾ ആരെങ്കിലും പറയുമോ ആ വിളമ്പുന്നവനാ ബിഷപ്പ്, അല്ലെ ആ വിളമ്പുന്നവനാണ് സീനിയർ പാസ്റ്റർ എന്ന് ആരെങ്കിലും പറയുമോ? ഇന്നില്ല അല്ലേ. എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ സീനിയർ പാസ്റ്ററോ അല്ലെങ്കിൽ ബിഷപ്പോ അവിടെ വിളമ്പിക്കൊണ്ട് നിൽപ്പുണ്ട്? ബാക്കി ഇരിക്കുന്നവരൊക്കെയാണ്
ശിഷ്യന്മാരെന്ന് ആരെങ്കിലും പറയും? ഇല്ല. നമ്മളെ നാട്ടിൽ അങ്ങനെ ഒരു നേതൃത്വ പാടവം കാണാനില്ല, അല്ലേ? പക്ഷെ കർത്താവ് അങ്ങനെയാണ്. കർത്താവ് അവരുടെ കാല് കഴുകി, കർത്താവ് അവർക്ക് ദാണ്ട് ആഹാരം വിളമ്പിക്കൊണ്ടിരിക്കുന്നു, അല്ലേ? സേവകരുടെ കൂട്ടത്തിലാണ് നമ്മുടെ കർത്താവിനെ നമ്മൾ കാണുന്നത്, അല്ലേ? അങ്ങനെ കർത്താവ് വന്നിട്ട് അവരോട് പറയുകയാണ്, വരുവിൻ, വന്ന് പ്രാതൽ കഴിക്കുവിൻ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ വരുവിൻ നമ്മൾ 3 പ്രാവശ്യം കാണുന്നുണ്ട്, അല്ലേ? ഒന്നാമത് നമ്മൾ കാണുന്നുണ്ട് കർത്താവ് യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ യോഹന്നാൻ 1:39 വരുവിൻ, വന്ന് കാൺമീൻ, ഞാൻ എവിടെ പാർക്കുന്നു, എൻ്റെ കൂടെ പാർത്ത് നിങ്ങൾ കാണുക, ഞാൻ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളത്, അല്ലേ? അത് കഴിഞ്ഞ് യോഹന്നാൻ 7 കർത്താവ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെക്കുറിച്ച്, വരുവാനിരിക്കുന്ന നിറവിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് പറഞ്ഞു, വരുവിൻ, എൻ്റെ അടുക്കൽ വന്ന് കുടിപ്പിൻ. ഇവിടെ പറയുകയാണ് വരുവിൻ, വന്ന് പ്രാതൽ കഴിപ്പിൻ, അല്ലേ? അക്ഷരീകമായി ഇവിടെ ഒരു പ്രാതലുണ്ട്. എങ്കിലും ഈ 3 ഭാഗത്ത് നമ്മൾ കാണുന്നത് വന്ന് എൻ്റെ അടുത്തിരുന്ന് എൻ്റെ കൂട്ടായ്മ അനുഭവിക്കുവിൻ, സംസർഗം അനുഭവിക്കുവിൻ, കമ്മ്യൂണിയൻ വിത്ത് ക്രൈസ്റ്റ്. അതാണ് ഇവിടുത്തെ വിഷയം. അപ്പോൾ കണ്ടോ, തള്ളിപ്പറഞ്ഞതും കൂടെ നിൽക്കാത്തതുമായ ശിഷ്യന്മാരോട് കർത്താവ് എന്താ ചെയ്യുന്നത്? വന്ന് എൻ്റെ സംസർഗം ആസ്വദിക്കുക. അല്ലാതെ ഞാൻ ഒരു ചൂരലെടുക്കട്ടെ 2 അടി തരട്ടെ എന്നല്ല കർത്താവ് പറയുന്നത്. എന്തൊരു സൗമ്യത, അല്ലേ? എന്തൊരു മനസ്സലിവാണ് നമ്മുടെ കർത്താവിൻ്റെ വഴികൾ നമ്മുടെ വഴികളല്ല, അല്ലേ? ഇത്ര വ്യത്യസ്തമായ രീതിയിലാണ് കർത്താവ് നമ്മളോട് ഇടപെടുന്നത്, അല്ലേ? എന്നിട്ടാണ് കാതലായ വിഷയം അവിടെ 15-ാം വാക്യത്തിൽ അവർ പ്രാതൽ കഴിച്ച ശേഷം. അതുകൊണ്ട് ധൃതിയൊന്നുമില്ല. പത്രോസ് വേഗം കഴിച്ച്, എനിക്ക് നിന്നോട് 2 വർത്തമാനം പറയാനുണ്ട്, അല്ലെങ്കിൽ ഈ പ്രാതലൊക്കെ വെറുതെ നിന്നെ എൻ്റെ കൈ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാതലിന് വിളിച്ചതായിരുന്നു, അങ്ങനെയൊന്നുമല്ല, അല്ലേ? ചിലരുണ്ട് അങ്ങനെയൊക്കെ, ചില വിഷയമുണ്ട്, ചില ബ്രദറിനോട് പറയാനുണ്ട്, എന്ത് ചെയ്യാം, വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കാം. ഈ വീട്ടിലേക്ക് വിരുന്നിന് വിളിക്കുന്നത് നിങ്ങൾ ആഹാരം കഴിച്ച് തൃപ്തരാകാനൊന്നുമല്ല, അതിൻ്റെ പേര് നിങ്ങളെ കൈ കിട്ടും, 2 വർത്തമാനം പറയാം. അങ്ങനത്തെ യാതൊരു ദുരുദ്ദേശവും കർത്താവിനില്ല. പ്രാതലൊക്കെ കഴിച്ച ശേഷം സാവധാനം പത്രോസിനോട് വന്ന് കർത്താവ് സംസാരിക്കുകയാണ്, അല്ലേ? ശീമോനെ, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു. ഇത് ചോദിക്കാൻ കാരണം ഇതാണ് ശീമോൻ വീമ്പ് പറഞ്ഞത്, അല്ലേ? മത്തായി 26-ലും മർക്കോസ് 14-ലും ലൂക്കോസ് 22-ലും എല്ലാം നമ്മൾ കാണുന്നൊരു കാര്യമാണ്. പത്രോസ് അന്ത്യത്താഴത്തിരുന്ന് വീമ്പ് പറഞ്ഞു, ഇവരെല്ലാം പോയാലും ഞാൻ പോകത്തില്ല, ഞാൻ നിന്നോടുകൂടെ മരിക്കാൻ പോലും തയ്യാറാണ്. അപ്പോൾ കർത്താവ് ഇപ്പോൾ ചോദിക്കുകയാണ്, ഇവരെക്കാളെല്ലാം അധികം എന്നെ നീ സ്നേഹിക്കുന്നുണ്ടല്ലോ, അല്ലേ? അതൊരു വളരെ സ്നേഹത്തോടെയുള്ള ഒരു പാപബോധം ഉണർത്താനുള്ളൊരു ചോദ്യമാണ്. അപ്പോൾ പത്രോസ് അതിനവൻ, ഊവ് കർത്താവേ, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. അപ്പോൾ ഇവിടെ 2 വാക്കുകളുണ്ട്. അല്പം യവനഭാഷാപരമായ കാര്യമൊന്ന് പറയണം. നമുക്ക് പല പ്രസംഗകരും പ്രസംഗിച്ചൊക്കെ അറിയാം, യവന ഭാഷയിൽ സ്നേഹത്തിന് പല വാക്കുകളുണ്ട്, അതിലേക്കല്ല ഞാൻ കിടക്കുന്നത്. പക്ഷേ ഇവിടെ ആ 2 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കർത്താവ് ചോദിച്ചത് നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ എന്നാണ്. പത്രോസ് പറഞ്ഞത് എനിക്ക് നിന്നോട് പ്രിയമുണ്ടെന്നാണ്. ഇത് 2 വാക്കുകളാണ്. പക്ഷേ ഈ 2 വാക്കുകളെക്കുറിച്ച് സാധാരണ നമ്മൾ പ്രസംഗകരിൽ നിന്ന് കേൾക്കുന്നത് പലപ്പോഴും തെറ്റായ കാര്യങ്ങളാണ്. അഗാപ്പെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് കർത്താവ് പറഞ്ഞ സ്നേഹം എന്നുള്ളത്. അഗാപ്പെ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര കൂടിയ സ്നേഹമാണ്, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അങ്ങനൊരു അർത്ഥം ആ വാക്കിനൊന്നുമില്ല. ഉദാഹരണത്തിന് 2 തിമോത്തിയോസ് 4:10 ദേമാസ് ലോകത്തെ സ്നേഹിച്ച് എന്നെ വിട്ടേച്ച് പോയെന്ന് പൗലോസ് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാപ്പയാണ്. അതുകൊണ്ട് അഗാപ്പെ സ്നേഹമാണെങ്കിൽ പിന്നെ അങ്ങ് ദൈവികമാണ്, പിന്നെ അതങ്ങ് വലിയ ആത്മീയമാണെന്നൊന്നും വചനത്തിലില്ല. അത് യവന ഭാഷ പഠിക്കാത്തവർ ഏതോ പ്രസംഗം കേട്ട് പറഞ്ഞ പൊട്ടത്തെറ്റൊക്കെ ഏറ്റു പറഞ്ഞതുകൊണ്ട് സംഭവിച്ചതാണ്. യവന ഭാഷ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെറ്റൊന്നും വരത്തില്ല. അപ്പോൾ 2 തിമോത്തി 4:10 ദേമാസ് ലോകത്തെ സ്നേഹിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അഗാപ്പയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ 2ാമത് പറഞ്ഞിരിക്കുന്ന പ്രിയം എന്നുള്ള വാക്ക് കുറഞ്ഞ വാക്കായിട്ട് ആരും കാണുകയും വേണ്ട. കാരണം യോഹന്നാനിൽ തന്നെ യോഹന്നാൻ്റെ 3:35-ലും യോഹന്നാനിൻ്റെ 5:20-ലും 2 ഒരേ കാര്യം പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിൽ പ്രത്യേകിച്ച് ഒരേപോലെ എഴുതിയിരിക്കുന്നത്, പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എന്ന് 3:35 പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അഗാപ്പയാണ്. എന്നാൽ 5:20 പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പ്രിയം എന്നുള്ള, ഫിലിയോ എന്നുള്ള യവന പദമാണ്. അതുകൊണ്ട് ഇത് കുറഞ്ഞ വാക്കാണെന്നൊന്നും പറയരുത്. തൃത്വത്തിനകത്തും ഈ വാക്കൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് കൂടിയ സ്നേഹം കുറഞ്ഞ സ്നേഹം എന്നല്ല. ഇത് യവനന്മാർ ഉപയോഗിച്ചത് സ്നേഹത്തിൻ്റെ ചില ഗുണഗണങ്ങളെ വിവേചിച്ചു പറയുവാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ ഒന്ന് കൂടിയതും മറ്റത് കുറഞ്ഞതൊന്നൊന്നുമല്ല. എന്താണ് കർത്താവ് പത്രോസിനോട് ചോദിച്ചത്? നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? ആ സ്നേഹം എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കുന്നൊരു സ്നേഹമാണ്,
വൊളിഷണൽ ലവ് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. അതായത് എനിക്ക് ഇഷ്ടമുണ്ടേലും ഇഷ്ടമില്ലേലും ഞാൻ എപ്പോഴും ഇത് തിരഞ്ഞെടുക്കും. അതാണ് സ്നേഹം, അല്ലേ? നമ്മളൊരു പാപിയുടെ കാര്യം എടുക്കാം. അവന് ഇഷ്ടമുണ്ടേലും ഇഷ്ടം ഇല്ലേലും അവൻ അതേ തിരഞ്ഞെടുക്കത്തുള്ളൂ. അവൻ പാപമേ അവൻ പാപത്തോട് സ്നേഹമാണ്. ഇഷ്ടമില്ലാത്തപ്പോഴും പാപം ചെയ്യും. അയ്യോ ചെയ്യണ്ടായിരുന്നു, പക്ഷെ എന്തോ ഞാൻ നിലനിൽപ്പാ ലോകത്തിൽ അങ്ങ് നാടോടുമ്പോൾ നടുവേ ഓടണമല്ലോ എന്നും പറഞ്ഞ് ചെയ്യും. അതാണ് സ്നേഹം, അല്ലേ? അതാണ് കർത്താവ് ചോദിക്കുന്നത്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടോ? പത്രോസ് പറയണം, എനിക്ക് നിന്നോട് ഇഷ്ടമുണ്ട്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പല്ല, അത് എൻ്റെ വഴികളുമായി ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ തിരിച്ച് പത്രോസ് പറയുന്നത്, കർത്താവേ എനിക്ക് നിന്നോട് ഇഷ്ടമാണ്, കാരണം നീ എൻ്റെ വഴികളിലൊക്കെ വരുന്നുണ്ട്. എന്നാൽ തിരിച്ചാണ് കർത്താവ് ഉദ്ദേശിച്ചത്, നിൻ്റെ വഴികളൊന്നുമല്ല എൻ്റെ വഴികൾ, നിൻ്റെ ഹിതമല്ല എൻ്റെ ഹിതം. നീ എൻ്റെ ഹിതത്തെ തിരഞ്ഞെടുത്ത് നീ എന്നെ തിരഞ്ഞെടുക്കുന്ന ഒരു സ്നേഹം നിനക്കുണ്ടോ? അത് 3 പ്രാവശ്യം ചോദിച്ചു പത്രോസ്. 2 പ്രാവശ്യം പറഞ്ഞു എനിക്ക് പ്രിയമുണ്ട്, എനിക്കിഷ്ടമുണ്ട്. നമുക്കും പലപ്പോഴും യേശുവിനോട് സ്നേഹമല്ല, ഭക്തിയല്ല. കാരണം എന്താ? പ്രലോഭനങ്ങളുടെ നടുവിൽ പലപ്പോഴും യേശുവിനെ തിരഞ്ഞെടുക്കാറില്ല. പാപം തിരഞ്ഞെടുക്കും, സ്വയഹിതത്തെ നമ്മൾ തിരഞ്ഞെടുക്കും, എൻ്റെ ലാഭത്തെ ഞാൻ തിരഞ്ഞെടുക്കും. അപ്പോൾ അത് യേശു ക്രിസ്തുവിനോട് സ്നേഹമല്ല. പക്ഷേ യേശുവിനോട് പാട്ട് പാടാറുണ്ട്, യേശുവിൻ്റെ വചനം കേൾക്കാറുണ്ട്. അപ്പോൾ അതെന്താ? യേശുവിനെ വെറുപ്പൊന്നുമില്ല, യേശുവിനെ ഇഷ്ടം മാത്രമേ ഉള്ളൂ. എന്നാൽ ഇഷ്ടമല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്, സ്നേഹമാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്, അല്ലേ? ഒരു ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എങ്ങനെയാണ് സ്നേഹം? തിരഞ്ഞെടുപ്പാണത്. അല്ലാതെ അവിടെ ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ടിരുന്നാൽ നടക്കത്തില്ല, അല്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, കല്യാണം കഴിച്ചവർക്കൊക്കെ അറിയാം, ഇഷ്ടം മാത്രം നോക്കിക്കൊണ്ടിരുന്ന ഒരു വിവാഹ ബന്ധവും മുന്നോട്ട് നീങ്ങത്തില്ല. ഇഷ്ടപ്പെടാത്തപ്പോഴും അത് പലതും ചെയ്യേണ്ടി വരും, തിരഞ്ഞെടുക്കേണ്ടി വരും, അല്ലേ? അപ്പോൾ ഷീമോൻ അവസാനം 3-മതായപ്പോൾ, ഈ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞതുമായിട്ട് ഇത് ചേർത്ത് വായിക്കണം. 3-മതായപ്പോൾ തൻ്റെ ഉള്ളിൽ ഒരു ബോധമൊക്കെ വന്ന് തനിക്ക് വേദന വന്നു എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 3-മത് കർത്താവ് അവനോടത് ചോദിച്ചപ്പോൾ പത്രോസ് ദുഃഖിച്ച്, കർത്താവേ നീ സകലവും അറിയുന്നു, എനിക്ക് നിന്നോട് പ്രിയമേ ഉള്ളൂ. 3-മത് എനിക്ക് പ്രിയമേ ഉള്ളൂ കർത്താവേ. അന്ന് ഞാൻ വീമ്പ് പറഞ്ഞത് ഞാൻ മരിച്ചാലും നിൻ്റെ കൂടെ മരിക്കും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ സ്നേഹമൊന്നും എനിക്കില്ല, എനിക്ക് പ്രിയമേ ഉള്ളൂ, അല്ലേ? അപ്പോൾ പത്രോസിൻ്റെ നികളമെല്ലാം നീങ്ങി, എല്ലാ ഉന്നത ഭാവവും നീങ്ങി, അല്ലേ? താഴ്മയോടെ താൻ ഏറ്റുപറയുകയാണ്, കർത്താവെ എനിക്ക് പ്രിയമേ ഉള്ളൂ. എന്നാൽ കർത്താവിൻ്റെ മറുപടി 3 പ്രാവശ്യവും ഒരേപോലെയാണ്, അല്ലേ? നീ എന്നെ സ്നേഹിക്കുന്നെങ്കിൽ, നിനക്ക് പ്രിയമുണ്ടെങ്കിൽ നീ എവിടെ ചെന്നെത്തണം എന്നറിയാവോ? എൻ്റെ ആടുകളെ നീ പാലിക്കണം, മേയ്ക്കണം. അവിടെ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അധികം സമയം എടുക്കുന്നില്ല അതിലേക്ക്. പക്ഷേ അതിലൊരു കാതലായ വിഷയമുണ്ട്. എന്താണ്? കർത്താവ് പറയുകയാണ്, നിനക്ക് എന്നോട് സ്നേഹമുണ്ടെങ്കിൽ നീ അത് തെളിയിക്കേണ്ട എവിടാണ്? എൻ്റെ സഭയെ ശുശ്രൂഷിക്കണം, എൻ്റെ ജനത്തെ നീ ശുശ്രൂഷിക്കണം. അപ്പോൾ എന്താണ് ശുശ്രൂഷയുടെ നിർവചനം? ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമുക്ക് കർത്താവിനോടുള്ള വ്യക്തിപരമായ സ്നേഹത്തിൻ്റെയും ഭക്തിയുടെയും ഒരു കവിഞ്ഞൊഴുക്കായിരിക്കണം ശുശ്രൂഷ. അതല്ലാതാകുമ്പോഴാണ് ശുശ്രൂഷ അപകടകരമായി മാറുന്നത്. എനിക്ക് പേരുണ്ടാക്കാനും പിന്നെ ജോലിയായിട്ടും വയറ്റിപ്പിഴപ്പായിട്ടും മാത്രം ഒരു ഉദ്യോഗമായിട്ട് മാറുമ്പോൾ അത് തരംതാഴ്ന്ന ശുശ്രൂഷയാകുകയാണ്. ശുശ്രൂഷ എപ്പോഴും ജനിക്കേണ്ടത് എവിടെ നിന്നാണ്? ഹൃദയത്തിൽ കർത്താവിനോടുള്ള ഭക്തിയിൽ നിന്ന്. ഈ ഭക്തിയില്ലാത്ത ശുശ്രൂഷകൾ ഒരു കാശിനും കൊള്ളത്തില്ല. ചുമ്മാ പേരിന് ആളെ കൂട്ടാനും കുറേ മീറ്റിംഗ് നടത്താനും പിന്നെ കുറേ പ്രസ്ഥാനം നടത്താനും ഒക്കെ വേണ്ടി സ്വന്തം ലാഭത്തിന് വേണ്ടി നടത്തുന്ന കച്ചവടം, അതല്ല ശുശ്രൂഷ. ശുശ്രൂഷ യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൻ്റെ കവിഞ്ഞൊഴുക്കായിരിക്കണം. അതാണ് പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ പത്രോസിനോട് കർത്താവ് പറയുന്നത്, നിനക്ക് എന്നോടുള്ള സ്നേഹം നീ എങ്ങനെ തെളിയിക്കണം? എൻ്റെ സഹോദരീ സഹോദരന്മാരെ നീ സേവിക്കണം. ഇത് തന്നെയല്ലേ ഉടനീളം നമ്മളിപ്പോൾ തിരുവഴുത്തുകളിൽ കാണുന്നത്. കാണാത്ത ദൈവത്തെ നിങ്ങൾ സ്നേഹിക്കുന്നെങ്കിൽ കാണുന്ന സഹോദരനെ നിങ്ങൾ സ്നേഹിക്കും. നിൻ്റെ ദൈവമായ യഹോവയെ നീ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുമ്പോൾ നിൻ്റെ അയൽക്കാരനെയും നീ സ്നേഹിക്കും. ഒരു മനുഷ്യനെ സ്നേഹിക്കത്തില്ല, അയാൾക്ക് ദൈവത്തോട് എന്തൊരു സ്നേഹമാണ് പറയുന്നത് കാപട്യമാണ്. അങ്ങനൊരു ദൈവഭക്തൻ വചനത്തിലില്ല. ഭയങ്കര ദൈവഭക്തൻ, അയാൾക്ക് ആരെയും കണ്ണെടുത്താൽ കണ്ടുകൂടാ, അയാൾ ഭയങ്കര മുൻചുണ്ടിക്കാരനാണ്, പാസ്റ്റർ ഭയങ്കര ദേഷ്യക്കാരനാണ് എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത് കള്ളത്തരമാണ്. അങ്ങനെ ഒരു കപടഭക്തിക്കാരനാണ്. ദൈവത്തെ കൂടുതൽ നമ്മൾ സ്നേഹിക്കുമ്പോൾ നമുക്ക് എല്ലാത്തരം മനുഷ്യരെയും സ്നേഹിക്കാൻ പറ്റും. നമുക്ക് ഈഗോ ഇല്ല, നമുക്ക് ആരെയും സേവിക്കാൻ പറ്റും, എത്ര വില കൊടുത്തും സേവിക്കാൻ പറ്റും. അതുകൊണ്ട് ശുശ്രൂഷ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനോടുള്ള ഭക്തിയുടെ
കവിഞ്ഞൊഴുക്ക് മാത്രമായിരിക്കണം. കമ്മ്യൂണിയനിൽ തുടങ്ങാത്ത ശുശ്രൂഷ എന്താ പറയുക, അപലപനീയം, തള്ളിക്കളയേണ്ടതാണ്. അതിനൊരു വിലയുമില്ല. ഇനി എത്ര ആൾ വന്നെന്ന് പറഞ്ഞാലും അതിനൊരു വിലയുമില്ല. ശരി, ഞാൻ അതെൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് നീങ്ങട്ടെ. അത് കഴിഞ്ഞിട്ട് കർത്താവ് 18-ാം വാക്യത്തിൽ പറയണം, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈ നീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനാൽ അവൻ ഇന്നവിധം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് അവൻ സൂചിപ്പിച്ചു. അത്ഭുതകരമായ കാര്യമാണ്. കാരണം തള്ളിപ്പറഞ്ഞ പത്രോസിനോട് ഇടപെടാമെന്ന് സൗമ്യനായ യേശുവിന് എന്തറിയാം? ഭാവിയിൽ പത്രോസ് എങ്ങനെ മരിക്കുമെന്ന്. എങ്ങനെ മരിക്കും? ക്രൂശിക്കപ്പെട്ട് മരിക്കും. നമുക്കറിയാം, തലകീഴെ ക്രൂശിച്ചാണ് പത്രോസ് കർത്താവിന് വേണ്ടി മരിച്ചത്. നമ്മൾ ഓർക്കണം, ഇത് എല്ലാവർക്കും ഒരു പാഠമാണ്. നമ്മുടെ കർത്താവിന് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ മാത്രമല്ല അറിയാവുന്നത്, ഭാവിയിൽ അവൻ്റെ കൃപ നിമിത്തം, അവൻ്റെ ശുദ്ധീകരണം നിമിത്തം, അവൻ്റെ ശക്തീകരണം നിമിത്തം നമ്മൾ എന്തായി തീരുമെന്നും അറിയാം. വേറൊരു മനുഷ്യനും ഇങ്ങനെ ഇടപെടാൻ കഴിയത്തില്ല. ഞാൻ എന്തായിരുന്നു എന്ന് പലർക്കും അറിയാം, ഞാൻ ഇന്നെന്താണെന്നും പലർക്കും അറിയാം. എന്നാൽ ഭാവിയിൽ ഞാൻ ഏതു തരത്തിൽ എൻ്റെ ദൈവത്തെ മഹത്വീകരിച്ച് മരിക്കുമെന്ന് ദൈവത്തിന് മാത്രമേ അറിയാവുള്ളൂ. പക്ഷെ അതറിഞ്ഞുകൊണ്ട് സൗമ്യതയോടെ ഇടപെടുന്ന ഒരു അരുമനാഥൻ നമുക്കെല്ലാവർക്കും ഉണ്ട്, അല്ലേ? ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 6-ാം അധ്യായത്തിൽ പേടിത്തൊണ്ടനായ ഗിദിയോൻ, അവൻ ഗോതമ്പെടുത്ത് മുന്തിരിച്ചക്കിൽ ഒളിപ്പിച്ചു വെക്കുക, അല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ തടിയും വിറകും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും ഫ്രിഡ്ജിലെടുത്ത് വെക്കൂ, ആരെങ്കിലും മോഷ്ടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞ പോലാണ് മുന്തിരിച്ചക്കിനകത്ത് കൊണ്ടുപോയി ഗോതമ്പ് വെക്കുന്ന പേടിത്തൊണ്ടനായ ഗിദിയോൻ്റെ അടുക്കൽ യഹോവ കടന്നു വന്നിട്ട് എന്തുവാ വിളിക്കുന്നത്? 1-ാമത്തെ വാക്ക്, ഓ ധൈര്യശാലി, പരാക്രമശാലിയായ ഗിദിയോനെ എന്ന്. ഗിദിയോൻ തിരിഞ്ഞു പോയി കാണും, വേറെ വല്ലവരെയാണോ വിളിച്ചതെന്ന്, അല്ലേ? അതുപോലെ തന്നെ 7-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നീ മിദ്യാന്യരുടെ പാളയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലണം. അടുത്ത 10-ാം വാക്യത്തിൽ പറയാ, നിനക്ക് പേടിയുണ്ടെങ്കിൽ ഒരു ബാല്യക്കാരനെ കൂടെ വിളിച്ചു വന്നു. പരാക്രമശാലിക്കാണോ പേടി? എന്തുകൊണ്ടാ പരാക്രമശാലി എന്ന് കർത്താവ് ഗിദിയോനെ വിളിച്ച്? കർത്താവിനറിയാം ഗിദിയോനിലൂടെ വിടുതൽ കടന്നു വരും. ഗിദിയോൻ പരാക്രമശാലി ആയിത്തീരും. എന്തായിത്തീരുമോ അത് ഇന്നേ നമ്മെ വിളിക്കുന്നവനാണ് നമ്മുടെ ദൈവം, അല്ലേ? എന്തൊരു സൗമ്യത, എന്തൊരു കരുതൽ, എന്തൊരു മനസ്സലിവാണ് നമ്മുടെ ദൈവത്തിന്. ഈ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ശീമോനെ കർത്താവ് പറയണം, നീ ഇന്നിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഒരു നാൾ എനിക്ക് വേണ്ടി മരിക്കുന്ന ഒരു രക്തസാക്ഷിയാകും. അതെനിക്കറിയാം. നമുക്ക് പലപ്പോഴും ഇന്നത്തെ അവസ്ഥയും ഇന്നലത്തെ പരാജയവും മാത്രമേ അറിയാവുള്ളൂ. കർത്താവ് അങ്ങനെയല്ല, എല്ലാം അറിയുന്ന സർവജ്ഞാനിയായ ദൈവം. ആ ദൈവത്തിൻ്റെ കരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അങ്ങനെയുള്ളൊരു കർത്താവ് പുനഃസ്ഥാപിക്കുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. കർത്താവിനറിയാം നീ ഭാവിയിൽ എന്തായിത്തീരും. ആരും വിശ്വസിച്ചില്ലെങ്കിലും കർത്താവിനറിയാം ഈ പരാജയപ്പെട്ട പത്രോസ് ഒരു നാൾ എങ്ങനെ മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും, അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ ആ ഹൃദയം ധ്യാനിക്കുവാനാണ് നമ്മളിന്ന് ഈ വേദഭാഗം ധ്യാനിച്ചത്. 3 വസ്തുതകളാണ് ഞാൻ ചുരുക്കം സമയത്തിനുള്ളിൽ ചൂണ്ടിക്കാണിച്ചത്. കർത്താവ് നമ്മളെ ഒന്നാമതായിട്ട് തൊട്ടതുപോലെ വീണ്ടും സ്പർശിക്കുവാൻ മനസ്സുള്ളവനും അത് ചെയ്യുന്നവനുമാണ്. വീണുപോയവരെ കൃപയാൽ മടക്കി വരുത്തി പുനഃസ്ഥാപിക്കുന്നവനാണ്. 3-ാമതായിട്ട് നമ്മൾ കണ്ടു, നമ്മുടെ ഭാവി നന്നായി ഓർക്കുകയും അറിയുകയും അതിൻ്റെ വെളിച്ചത്തിൽ നമ്മോട് ഇന്ന് ഇടപെടുകയും ചെയ്യുന്ന അരുമനാഥനാണ് നമ്മുടെ കർത്താവ്, അല്ലേ? കർത്താവിൻ്റെ ആ സ്നേഹം, ആ സൗമ്യത, ആ കരുതൽ, ആ കൃപ നിങ്ങൾ അറിയുന്നു പ്രിയപ്പെട്ടവരെ. ഈ കാരുണ്യത്തിൻ്റെ കീഴിലാണ് നമ്മളെല്ലാവരും ആയിരിക്കുന്നത്. ഈ കർത്താവിനെയാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നീ എന്നെ അനുഗമിക്കാം. പത്രോസ് തിരിഞ്ഞ് അപ്പുറത്ത് യോഹന്നാനെയൊക്കെ നോക്കി. എന്നാലും ഈ കർത്താവിനെ ഇപ്പോൾ നീ രുചിച്ചറിഞ്ഞ, ഇപ്പോൾ 1-ാമത്തേതുപോലെ അത്ഭുതം ആവർത്തിച്ച് കൃപയാൽ നിന്നെ പുനഃസ്ഥാപിച്ച് നിന്റെ ഭാവി നന്നായി അറിഞ്ഞുകൊണ്ട് നിന്നോട് ഇടപെടുന്ന ഈ കർത്താവിനെ അനുഗമിക്കുക. ഈ ഹൃദയം അറിഞ്ഞു കഴിഞ്ഞാൽ അനുഗമിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ഇത്രത്തോളം എന്നെ സ്നേഹിക്കുന്നവൻ വേറെ ആരുമില്ലെന്നറിഞ്ഞാൽ അനുഗമിക്കാൻ എന്തെങ്കിലും പ്രയാസമുണ്ടോ? ബുദ്ധിപരമായി നമ്മൾ പ്രയാസമൊക്കെ ഉണ്ടാക്കി വരുത്തും. എന്നാലും ഒന്ന് ചിന്തിച്ചാൽ
ഇത്ര സ്നേഹവാനായ കർത്താവിനെ പിൻഗമിക്കുവാൻ നമ്മൾ എന്തിനു ഭയപ്പെടണം? കർത്താവ് എന്തു പറഞ്ഞാലും കണ്ണും പൂട്ടി വിശ്വസിച്ചനുസരിച്ചുകൂടെ, അല്ലേ? അപ്പോൾ നമുക്ക് ഈ സൗമ്യനായ കർത്താവിനെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ അവനെ സ്നേഹിക്കാം, അവനെ പിൻഗമിക്കാം, അവനെ അനുസരിക്കാം. അവൻ്റെ സഭയെ, അവൻ്റെ ജനത്തെ നമുക്ക് ശുശ്രൂഷിക്കാം. അങ്ങനെ അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കാം. ഇതിനെല്ലാം കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹത്വീകരിക്കപ്പെടട്ടെ. ആമേൻ.